ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു ക്രൂശിലൂടെ ഈ ലോകത്തോട് പ്രഖ്യാപിച്ച രണ്ടാമത്തെ വഴിയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ജഡാവതാരം ചെയ്ത ക്രിസ്തു തൻ്റെ 3.5 വർഷക്കാലത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊടുവിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യ തേജസ്സോടെ കാൽവരിയിലേക്ക് പ്രയാണം ചെയ്തു. മങ്ങലേൽക്കാത്ത സൂര്യകോളമായി 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ ക്രിസ്തു പിടയുമ്പോൾ ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് 2 കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, ജീസസ്, റിമെമ്പർ മീ when you come in your kingdom. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്നാണ്. ഈ കള്ളൻ യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ തന്നെ യേശു കൃത്യമായ ഉത്തരം അവന് നൽകുകയാണ്. ആ സമയത്ത് തന്നെ അവൻ്റെ അപേക്ഷയ്ക്ക് യേശു മറുപടി കൊടുത്തു. കർത്താവ് പറഞ്ഞു, ട്രൂലി ഐ ടെൽ യു, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. പറുദീസ എന്നത് യഹൂദ ചിന്തയിൽ പുതിയ യെരുശലേമും മരണമടഞ്ഞ നീതീകരിക്കപ്പെട്ടവരുടെയും പൂർവ്വ പിതാക്കളുടെയും ആത്മാവിൻ്റെ വാസസ്ഥലമാണ്. പേർഷ്യൻ ചിന്തയനുസരിച്ച് പറുദീസ എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ പൂന്തോട്ടമാണ്. ഇവിടെ ക്രിസ്തു ഈ മനുഷ്യനെ ക്ഷണിക്കുന്നത് പറുദീസയുടെ പുതിയ അനുഭവത്തിലേക്കാണ്. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ആ കള്ളന് ഒരു കാര്യം മനസ്സിലായി: ഈ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ അല്ല. എന്തുകൊണ്ടാണ് അതൊരു സാധാരണ മനുഷ്യനല്ല എന്ന അറിവ് അവനുണ്ടാകുന്നത്? അവൻ നോക്കിയത് ആകാശഗോളങ്ങൾക്കപ്പുറത്തേക്കുള്ള അനന്തവികായസിലേക്കല്ല. അവൻ നോക്കിയത് തൊട്ടടുത്ത ക്രൂശിനെയും ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയുമാണ്. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ അവൻ നോക്കുമ്പോൾ ആ ക്രിസ്തുവിലൂടെ അവന് ചില
തിരിച്ചറിവുകളുണ്ടായി. ആ തിരിച്ചറിവാണ് ശരിക്കും അവനെ പറുദീസയിലേക്ക് നയിക്കപ്പെട്ടത് എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എന്ത് തിരിച്ചറിവാണ് ക്രൂശിൽ കിടക്കുന്ന കള്ളനുണ്ടായത്? ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കള്ളൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ തിരിച്ചറിവ് എന്ത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ തനിക്കും സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിവാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ തനിക്കും സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ കള്ളന് ഉണ്ടായ ഒന്നാമത്തെ തിരിച്ചറിവ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ക്രൂശിൽ അവസാനിക്കുന്നതല്ല. രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ പിടിക്കാൻ കെൽപ്പും കരുത്തും കഴിവും ഉള്ളവനാണ് എന്ന വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവൻ യേശുവിനോട് അപേക്ഷിച്ചത്, ജീസസ്, റിമെമ്പർ മീ വെൻ യു കം ഇൻടു യുവർ കിങ്ഡം. നീ രാജ്യത്വം പ്രാപിച്ചു വരും. അങ്ങനെ നീ രാജ്യത്വം പ്രാപിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ആ രാജ്യത്വത്തിൽ എന്നെ കൂടെ പരിഗണിക്കണമേ, എന്നെ കൂടെ ഉൾക്കൊള്ളണമേ. ആ രാജ്യത്തിൽ എനിക്കുള്ള സ്ഥാനം അങ്ങ് തരണമേ. എന്നെ മറന്നു പോകരുതേ, എന്നെ കൂടെ ഓർക്കണമേ, ഓർത്തുകൊള്ളണമേ എന്നാണ് ഈ മനുഷ്യൻ്റെ അവകാശവാദം. ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് തൻ്റെ അവകാശവാദത്തെ അറിയിക്കുമ്പോൾ യേശു തള്ളിക്കളഞ്ഞില്ല. യേശുക്രിസ്തു ഈ പറുദീസ ലഭ്യമായ മനുഷ്യന്റെ അവകാശവാദത്തെ യേശു അംഗീകരിക്കുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മളിതാ പലപ്പോഴും കാണുന്നത്, യേശു ആരെയും തിരസ്കരിച്ചില്ല. യേശു എല്ലാവരെയും ചേർത്ത് നിർത്തിയ മനുഷ്യനാണ്. അത് ഈ ക്രൂശിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. സുവിശേഷ വേദ ഭാഗം വായിക്കുമ്പോൾ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ നിലപാട് യേശു അംഗീകരിച്ചു എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. കനാന്യ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയും കർത്താവ് പറയുന്ന മറുപടിയും നമ്മൾ വായിക്കുന്നു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ആ സമയം തൻ്റെ വ്യക്തമായ നിലപാട് ഈ സ്ത്രീ യേശുവിനെ അറിയിക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ, മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പം ഞാൻ ചോദിച്ചില്ല. മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പം എനിക്ക് വേണ്ട. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. ഞാൻ നിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പം തിന്നാൻ വേണ്ടിയല്ല. ആ അപ്പം എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ ഒന്ന് എനിക്ക് അവകാശപ്പെട്ടതാണ്. ഈ മക്കൾ മേശയുടെ ചുറ്റിലുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നും താഴേക്ക് വീഴുന്ന എച്ചിൽ കഷണങ്ങൾ, അവരുടെ വായിൽ നിന്നും താഴേക്ക് വീഴുന്ന എച്ചിൽ കഷണങ്ങൾ എനിക്ക് മതി. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ആ സ്ത്രീ യേശുവിനോട് പറയുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം
വിശ്വാസത്തിൻ്റെ ശരിയായ നിലപാടുകളിലൂടെ സഞ്ചരിക്കുന്ന, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ കൃത്യമായി പങ്കുവെക്കാൻ, അത് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ് യേശു കണ്ടത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഓ വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം ശക്തമായത്. യേശു ഇവിടെയും ഈ പറുദീസ ലഭ്യമായ കള്ളനോട് പറയുന്നതും, ഇന്ന് എന്നോടുകൂടെ നീ പറുദീസയിലിരിക്കും എന്നാണ്. അവൻ്റെ അവകാശവാദത്തെ ശരിയായി കർത്താവ് അംഗീകരിച്ചു എന്നതാണ്. രണ്ടാമതായി, ഈ കള്ളനുണ്ടായ തിരിച്ചറിവ് ക്രിസ്തു ആരാണ് എന്ന തിരിച്ചറിവാണ്. ക്രിസ്തു ആരാണ് എന്ന തിരിച്ചറിവാണ് ഈ കള്ളനെ പറുദീസയിലേക്ക് നയിച്ചത്. ക്രൂശിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്നവൻ യേശുവിനെ പരിഹസിക്കുകയാണ്, യേശുവിനെ ആക്ഷേപിക്കുകയാണ്, യേശുവിനെ നിന്ദിക്കുകയാണ്. ഈ സമയം ഈ പറുദീസ ലഭ്യമായ കള്ളൻ ആ കള്ളനോട് പറയുകയാണ്, അരുത്, പാടില്ല. കാരണം നീ പരിഹസിക്കേണ്ട ആളല്ല ഈ ക്രൂശിൽ കിടക്കുന്നത്, നീ കളിയാക്കേണ്ട ആളല്ല ഈ കുരിശിൽ കിടക്കുന്നത്, നീ കുറ്റപ്പെടുത്തേണ്ട ആളല്ല ഈ ക്രൂശിൽ കിടക്കുന്നത്, നീ ആക്ഷേപിക്കേണ്ട ആളല്ല ഈ ക്രൂശിൽ കിടക്കുന്നത്. ഈ ക്രൂശിൽ കിടക്കുന്നത് നിരപരാധിയാണ്. ഈ ക്രൂശിൽ കിടക്കുന്നത് നിരപരാധിയാണ്. നീ കിടക്കുന്നതും ഞാൻ കിടക്കുന്നതും നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ക്രിസ്തു ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ക്രൂശിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന ഈ മനുഷ്യന്റെ തിരിച്ചറിവ്. യേശു ആരാണ്? യേശു ആരാണ് എന്ന തിരിച്ചറിവ്, ശരിയായ ബോധ്യമാണ് അവനെ പറുദീസയിലേക്ക് നയിച്ചത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിനെ ശരിയായി അറിയുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യമാണ്. ക്രിസ്തുവിനെ ശരിയായി അറിയുമ്പോഴാണ് ക്രിസ്തുവിനോട് കൂടുതൽ നമുക്ക് അടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കള്ളന് പറുദീസ എങ്ങനെ ലഭ്യമായി എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൽ തനിക്കും സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിവ്, ക്രിസ്തു ആരാണ് എന്ന തിരിച്ചറിവ് ഇവനെ പറുദീസയിലേക്ക് നയിച്ചു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവൻ സത്യമായിട്ടും വാസ്തവമായിട്ടും ആത്മാർത്ഥമായിട്ടും യേശുവിനോട് ചോദിച്ചു, ജീസസ്, റിമെമ്പർ മീ വെൻ യു കം ഇൻ യുവർ കിങ്ഡം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. യേശു കൃത്യമായും മറുപടി പറഞ്ഞു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. ഈ കഷ്ടാനുഭവ വാരങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിയായ ബോധ്യപ്പെടലുകൾ നമുക്കുണ്ടാകട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ആത്മീക അനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അക്രൂശിൻ്റെ അനുഭവത്തിലൂടെ നിത്യമായ പറുദീസയുടെ അനുഭവങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈ തിരുവചനങ്ങൾ നമുക്ക് അതിന് പ്രചോദിതമായി, കരുത്തായി, ആത്മീക ശക്തിയായി മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ